ഈ മേൽപ്പറഞ്ഞ ഈ 3 പള്ളികൾ, അതായത് മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ അഖ്സയും മസ്ജിദുൻ നബവിയും, ഈ 3 പള്ളികളാണ് ഭൂമുഖത്ത് പടച്ചതമ്പുരാന്റെ ഭവനങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള 3 പള്ളികൾ. ഈ പള്ളികളിലേക്കല്ലാതെ പ്രത്യേക പുണ്യം വിചാരിച്ചുകൊണ്ട് ഒരു മുസ്ലിം ഒരൊറ്റ സ്ഥലത്തേക്കും തീർത്ഥയാത്ര പോകൽ നിഷിദ്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. അവിടുന്ന് പറയുകയുണ്ടായി, ലാ തുശദ്ദു റിഹാൽ ഇല്ലാ ഇലാ സലാസതി മസാജിദ അൽ മസ്ജിദുൽ ഹറാം വമസ്ജിദി ഹാദാ വൽ മസ്ജിദുൽ അഖ്സ. ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്തിട്ടുള്ള സഹീഹായ ഹദീസാണ്. ലാ തുശദ്ദു റിഹാൽ, വാഹനം കെട്ടി പുറപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ യാത്രക്ക് വേണ്ടി ഒരുങ്ങി ഒരു പ്രത്യേക പുണ്യമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് യാത്ര പോകാൻ പാടില്ല. ഇല്ലാ ഇലാ സലാസതി മസാജിദ്, 3 പള്ളികളിലേക്കല്ല. ലോകത്തിലുള്ള എല്ലാ പള്ളികളും തുല്യമാണ്, പക്ഷെ ഈ 3 പള്ളികളിൽ മാത്രം പ്രത്യേക പുണ്യമുണ്ട്. വേറെ ഏത് രാജ്യത്തെ പള്ളിയായിരുന്നാലും ഒരു മഹിമയും ഒരു പ്രാധാന്യവും അതിനില്ല. ചെറിയൊരു പള്ളിയുടെ സ്ഥാനവും 10,000 ഉൾക്കൊള്ളുന്ന, ലക്ഷങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയ ലോകത്തുള്ള വലിയ പള്ളി എന്ന് പറയാവുന്ന വേറെ ഏതെങ്കിലും പള്ളി ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും രണ്ടും സമമാണ്. പക്ഷെ ഈ 3 പള്ളികൾക്ക് പവിത്രതയുണ്ട്. ഏതൊക്കെ പള്ളികൾ? ഒന്ന് മസ്ജിദുൽ ഹറാം, ഒന്നാമതായി സ്ഥാപിക്കപ്പെട്ട മക്കയിലെ പള്ളി. രണ്ടാമത്തത് മസ്ജിദുൽ ഹാദാ, എന്റെ ഈ പള്ളി എന്ന് പറഞ്ഞാൽ മദീനത്തെ പള്ളി, റസൂലുള്ളാഹിയാണല്ലോ പറയുന്നത് എന്റെ ഈ പള്ളി. പിന്നീട് ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ പള്ളി. അഖ്സ പള്ളിയെ സംബന്ധിച്ചും ഖുർആനിൽ പരാമർശമുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. സൂറത്തുൽ ഇസ്രാഇന്റെ തുടക്കത്തിൽ പ്രവാചകൻ ഇസ്രാ മിഅ്റാജ് പോയപ്പോ ഇസ്രാ പോയത് മസ്ജിദുൽ ഹറാം എന്ന ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ഓരത്ത് നിന്നാണ് അവിടുന്ന് 7 ആകാശത്തിന്റെ മുകളിലോട്ടും ഒരു രാത്രി കൊണ്ട് കയറിപ്പോയി പോകുന്നത്. അപ്പൊ അത്രയൊക്കെ പുണ്യമുള്ള ഒരു പ്രദേശമാണ് ഇന്നത്തെ മസ്ജിദുൽ അഖ്സ. ആ മസ്ജിദുൽ അഖ്സയിലും മസ്ജിദുൽ ഹറാമിലും അതേപോലെ തന്നെ മസ്ജിദുൻ നബവിയിലും പ്രത്യേക പുണ്യമുണ്ട് എന്ന് പറയാൻ എന്താ കാരണം? റസൂലുള്ളാഹി പറഞ്ഞു അതിന്റെ പുണ്യത്തിന്റെ അളവുകൾ എത്രയാണ്. സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ, എന്റെ ഈ പള്ളിയിലെ നിസ്കാരം അഥവാ മദീനത്തെ പള്ളിയിലെ നിസ്കാരം അഫ്ളു മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹു ഇല്ലൽ മസ്ജിദുൽ ഹറാം, മറ്റു പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് പ്രതിഫലമുണ്ട്. ലോകത്തുള്ള മറ്റേത് പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാളും 1000 മടങ്ങ് പ്രതിഫലം മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചാൽ കിട്ടും. അവിടുത്തെ ഒരു റക്അത്ത് 1000 റക്അത്തിന് തുല്യമാണെന്നർത്ഥം. ഇല്ലൽ മസ്ജിദുൽ ഹറാം, മക്കത്തെ പള്ളി ഒഴികെ. മക്കത്തെ പള്ളിക്ക് എന്റെ പള്ളിയേക്കാളും പുണ്യമുണ്ട്. എന്താ കാരണം? സ്വലാത്തുൻ ഫിൽ മസ്ജിദിൽ ഹറാം, മക്കയിലെ മസ്ജിദുൽ ഹറാമിലുള്ള നിസ്കാരം അഫ്ളു മിൻ മിഅത്തി അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹു, മറ്റു പള്ളികളിലുള്ള നിസ്കാരത്തിന്റെ എത്രയാണ്? 100,000, 1,00,000 മടങ്ങ് പ്രതിഫലമുണ്ട്. ഏതിന്? മക്കയിലെ നിസ്കാരത്തിന്. അപ്പൊ മക്കയിൽ നിസ്കരിക്കുന്ന ഒരു റക്അത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ 1,00,000 പ്രതിഫലമുണ്ട് എന്നാണ്. അതാണ് ഉംറക്കും ഹജ്ജിനൊക്കെ പോകുമ്പോൾ മസ്ജിദുൽ ഹറാമിൽ തന്നെ കാര്യമായിട്ട് സമയം കഴിച്ചു കൂട്ടണം നമ്മൾ പറയുന്നത്. ചില ആൾക്കാർ മദീനയിൽ പോയിട്ട് 8 ദിവസം അവിടെ കെട്ടിക്കിടക്കണം, 40 നിസ്കാരം അവിടുന്ന് നിർവഹിക്കണം എന്നൊക്കെ പറയുമ്പോഴും കൂട്ടരെ മദീനത്തെ പള്ളിയിൽ 1000 മുന്നേയുള്ളൂ, മസ്ജിദുൽ ഹറാമിൽ 1,00,000 അവിടെയാണ് ചെലവഴിക്കേണ്ടത് എന്നൊക്കെ പറയുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുനാവ് കൊണ്ട് തന്നെ അവിടുന്ന് പഠിപ്പിച്ചതാണ് എന്റെ ഈ പള്ളിയേക്കാൾ പുണ്യം 1,00,000 പ്രതിഫലമാണ്. എവിടെ? ലോകത്തിന്റെ മറ്റു പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ 1,00,000 മടങ്ങ് പ്രതിഫലം മസ്ജിദുൽ ഹറാമിലുണ്ട്. അപ്പൊ അവിടെ 1,00,000, മദീനത്ത് 1000. ബൈത്തുൽ മുഖദ്ദസിനെ പറ്റിയാണ് പിന്നെ അഭിപ്രായ വ്യത്യാസം. ഇമാം ബൈഹഖി നിവേദനം ചെയ്തിട്ടുള്ള ഒരു ഹദീസ് 500 പ്രതിഫലമാണ് എന്ന് കാണുന്നുണ്ട്. 500 ഇരട്ടി ലോകത്തിന്റെ മറ്റു പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ 500 റക്അത്തിന്റെ കൂലിയുണ്ട് എന്ന്. എന്നാൽ ബൈഹഖിയുടെ ആ റിപ്പോർട്ടിൽ ആ ഹദീസിനെ പറ്റി ഇബ്രാഹിം ഇബ്നു അബീ ഹയ്യ വഹുവ വാഹിൻ, ആ ഹദീസിന്റെ പരമ്പരയിൽ ഇബ്രാഹിം ഇബ്നു അബീ ഹയ്യ എന്നൊരു വ്യക്തിയുണ്ട്, അദ്ദേഹം ദുർബലനാണ്. അതുകൊണ്ട് ആ ഹദീസിന്റെ സനദ് അത്രമാത്രം പ്രബലമല്ലാത്തതുകൊണ്ട് 500 പുണ്യമുണ്ട് എന്ന് പറയുന്നത് അത്ര ശരിയല്ല എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അവർ പറയുന്നത് അതിനേക്കാൾ സഹീഹായി വന്നിട്ടുള്ളത് 250 പ്രതിഫലമേ ഉള്ളൂ എന്നാണ്. അൻ അബീ ദർ ഖാല, അബൂ ദർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, തദാക്കർനാ വനഹ്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരിക്കൽ നബിയുടെ അരികിലിരിക്കും അങ്ങനെ ചർച്ച ചെയ്തു പള്ളികളെ സംബന്ധിച്ച്. അയ്യുഹുമാ അഫ്ളു, 2 പള്ളികളിൽ ഏതിനാണ് ശ്രേഷ്ഠത എന്നാണ് ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. ആ മസ്ജിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സക്കാണോ അഥവാ ബൈത്തുൽ മുഖദ്ദിസിനാണോ
അതല്ല മദീനത്തെ പള്ളിക്കാണോ ഏറ്റവും ഫദ്ലുള്ളത്? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, സ്വലാത്തുൻ ഫീ മസ്ജിദി, എന്റെ ഈ പള്ളിയിലെ നിസ്കാരം അഫ്ദലു മിൻ അർബഇ സ്വലവാത്തിൻ ഫീഹി, ബൈത്തുൽ മുഖദ്ദസിലെ നിസ്കാരത്തിന്റെ 4 ഇരട്ടിയാണ് ഇവിടെ. അപ്പോ 1000 നബി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ 4 ഇരട്ടി എന്ന് പറയുമ്പോൾ അവിടെ 250. അതാണ് സഹിയായ ഹദീസ്. ഇത് ഹാക്കിം ഉദ്ധരിച്ചതാണ്, സഹിയാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ 500 250 ഉള്ളൂ എന്നും ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. ഏതായാലും ലോകത്ത് മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും കഴിച്ചാൽ മസ്ജിദുൽ അഖ്സക്കാണ് പുണ്യമുള്ളത് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാർക്കിടയിൽ ആർക്കും തർക്കമില്ല.